കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒരു പന്തിന്റെ പിന്നാലെ ഓടാൻ പോവാണ്. വേൾഡ് കപ്പ് വരികയാണ്. ഒരു മാസം പിന്നെ അതിന്റെ ആഘോഷവും ആരവവുമാണ്. നാട്ടിലൊക്കെ വലിയ വലിയ ഫ്ലക്സുകൾ, കട്ടൗട്ടുകൾ, പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആർപ്പുളികൾ, അങ്ങാടിയിലെ തർക്കങ്ങൾ ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലക്സും കട്ടൗട്ടൊക്കെ വെക്കുന്ന ചെറുപ്പക്കാരോട്, അല്ലാത്തവരോട് ഈ പൈസ ആണല്ലോ, ഇത് വെറുതെ ഭൂമിയിൽ മുളച്ചു വരുന്ന ഒരു സംഗതി അല്ലല്ലോ. ഇതിന് ക്യാഷിന്റെ ചെലവുണ്ട്. ആ പൈസ അള്ളാഹു തന്നതാണ്. ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നു. അള്ളാഹു തന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് മറുപടി പറയാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അള്ളാഹു നാളെ ഒരു അടിമയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ ഒരാളും ഉണ്ടാവില്ല. അവന്റെ സമ്പത്തിനെ പറ്റിയിട്ട്, മുതലിനെ പറ്റിയിട്ട് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് നീ അത് സമ്പാദിച്ചത്, എവിടുന്നാണ് നീ ആ മുതൽ ഉണ്ടാക്കിയത്, വഫീമ അൻഫഖഹു, എന്തിനു വേണ്ടിയിട്ടാണ് നീ ആ മുതല് ചെലവഴിച്ചത്. നമ്മൾ എന്താ പറയാ, നമ്മൾ അർജന്റീനക്ക് വേണ്ടി ഫ്ലക്സ് അടിച്ചു, കട്ടൗട്ട് ഉണ്ടാക്കി, എന്താണ് നമ്മൾ അതിന് മറുപടി പറയുക? അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കുക. ഇങ്ങനെ കുറെ വെറുതെ പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ പൈസ കമ്മിറ്റി ഏൽപ്പിച്ചോളൂ. ഇവിടെ സക്കാത്ത് സെല്ലുണ്ട്, പാവപ്പെട്ട മനുഷ്യന്മാരുടെ കാര്യങ്ങൾ നടക്കട്ടെ. മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത ആൾക്കാരുണ്ട്, കടം കൊണ്ട് പൊറുതിമുട്ടിയ ആൾക്കാരുണ്ട്, ഓരെ സഹായിക്കട്ടെ. അപ്പൊ നമ്മുടെ പണം എന്തിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്നുള്ളത് നമ്മൾ നല്ലോണം ആലോചിക്കുക. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയായിട്ട്, അതൊരു പിരാന്തായിട്ട് മാറാൻ പറ്റൂല. നിസ്കാരമില്ല, നോമ്പുമില്ല, അങ്ങനത്തെ ഒരു ആവേശം ഫുട്ബോളിന്റെ പേരിൽ നമുക്ക് ഏതായാലും പറ്റൂല.